ഹായ് സുഹൃത്തുക്കളെ, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇന്ന് ഞാൻ കുരുമുളക് പറിക്കുക. എൻ്റെ കുരുമുളക് കൃഷി കണ്ടോ, ഇങ്ങനെ കന്മലിൻ്റെ മുകളിൽ പടർത്തി വിടുക ചെയ്ത്, ഇങ്ങനെ കോമ്പൗണ്ട് വാളിൻ്റെ മുകളിൽ പടർത്തി വിടുക ചെയ്ത്. ഇത് അയൽവാസിൻ്റെ കോമ്പൗണ്ട് വാളാണ്, ഓരോ സമ്മതത്തോടു കൂടിയാണ് ചെയ്തിരിക്കുന്നത്. ഒരുപാടുണ്ട്, നീളത്തിലുണ്ട്. ഞാൻ കുറേ ഭാഗത്ത് ഇങ്ങനെ പടർത്തിയിട്ടുണ്ട്. എല്ലാ വർഷവും എനിക്കിങ്ങനെ കുറേ കുരുമുളക് കിട്ടാറുണ്ട്. കുരുമുളക് നന്നായി പഴുത്തിട്ടുണ്ട്. പ്രാവശ്യം ഞാൻ കുറച്ച് പറിക്കാൻ ലേറ്റായി. അവിടെയൊക്കെ കുറേ കുരുമുളകുണ്ട്. ഞാൻ നല്ല കുറേ കുരുമുളക് പറിച്ചുകൊണ്ടിരിക്കുമ്പോൾ എനിക്ക് തോന്നിയ ഒരു വീഡിയോ എടുത്താലോ. കാരണം എങ്ങനത്തെ സാഹചര്യങ്ങൾ ഉപയോഗപ്പെടുത്താം. കാരണം നമ്മൾ ഇതിൻ്റെ മുകളിൽ പൂക്കളെ പോലുള്ള ചെറിയ മറ്റുള്ള വള്ളികളാണ് പടർത്താറുള്ളത്. അതിന് പകരം ഇങ്ങനെ കുരുമുളകിനെ വിട്ടു നോക്കൂ. അത് മാത്രമല്ല, നമ്മൾ ഒരു മഴ പെയ്ത് കഴിഞ്ഞാൽ ഇതിൻ്റെ മുകളിൽ നിന്ന് ഇങ്ങനെ ഒരുപാട് വള്ളികൾ നിലത്തൂടി ഇങ്ങനെ വരാറുണ്ട്. അതൊക്കെ കട്ട് ചെയ്തിട്ട് ഞാൻ എന്ത് ചെയ്യും, ഭാഗത്ത് എനിക്ക് ഒരുപാട് കവുങ്ങുണ്ട്. ആ കവുങ്ങിൻ്റെ മുകളിൽ ഞാൻ കംപ്ലീറ്റ് ഇതിങ്ങനെ പടർത്തിക്കൊണ്ടേയിരിക്കും. അപ്പോൾ ഇതൊരു നല്ലൊരു രീതിയാണ് കേട്ടോ, കുരുമുളക് പടർത്താനുള്ള നല്ല രീതിയാണ് ഇത്. ഞാൻ എല്ലാ വർഷവും ഇങ്ങനെ ഒരുപാട് പറിക്കാറുണ്ട് ഇതിൻ്റെ മുകളിൽ നിന്ന്. ചുരുക്കി ഒരു 20 കിലോ ബക്കറ്റിൽ നിറച്ച് കിട്ടും എനിക്ക്. അപ്പോൾ ഒരു വർഷത്തേക്ക് എനിക്കുള്ള കുരുമുളക് എല്ലാം ഇതിൽ ലഭിക്കാറുണ്ട്. ഇതവിടെ എങ്ങനെയാണ് കൊടുത്തിരിക്കുന്നത്, ഇതിൻ്റെ താഴെ ഇങ്ങനെ ഇതിൻ്റെ മുകളിൽ പടർന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഇതൊക്കെ ഉണ്ട് കുരുമുളക്, ഇഷ്ടം പോലെ പറിക്കാനുണ്ട്. പന്നിയൂരാണിത്, കുരുമുളക്. ഇതിൻ്റെ ഉള്ളിലൊക്കെ പറിക്കാനുണ്ട്. ഇതാ കുരുമുളക് ഇതിൻ്റെ ഉള്ളിലെല്ലാം ഉണ്ട്. ഇത് ഒരു വർഷം ഞാൻ കൂടുതൽ ചെയ്തിരുന്നു. ഈ പ്രാവശ്യം കുറച്ചാണ്. എല്ലാ വർഷവും ഞാൻ പറിക്കാറുണ്ട്. ഒരു വർഷം ഇങ്ങനെ ഈ ഭാഗത്ത് ഇങ്ങനെ കൂടി വരികയാണ്. അങ്ങനെ ഇത്രയും മതിലുകളും ഇത്തരം സ്ഥലങ്ങളൊക്കെ നമ്മൾ ഉപയോഗപ്പെടുത്തുന്നതാണ്. ഞാൻ കുഴിച്ചിട്ടൊരു 3-4 വർഷമായി. ഇതിൻ്റെ വള്ളി കണ്ടോ, ഇതിൻ്റെ വള്ളീൻ്റെ അടിഭാഗം കണ്ടോ, നല്ല. ഞാൻ കുഴിച്ചിട്ട് ഒരു 3-4 വർഷമായി. എനിക്ക് ഒരുപാട് കിട്ടിയിട്ടുണ്ട്. പിന്നെ ഞാൻ ഇവിടെ കാണുന്ന എൻ്റെ കവുങ്ങിൻ്റെ മുകളിലും മറ്റുള്ള മരങ്ങളിലും ഒക്കെ ഞാൻ ഇങ്ങനെ പടർത്തിക്കൊണ്ടേ ഇരിക്കുന്നുണ്ട്. ഈ വർഷം കുറച്ച് വിളവ് കുറവാന്ന് തോന്നുന്നു. എല്ലാ വർഷവും എനിക്ക് നന്നായി കിട്ടാറുണ്ട്. ഈ വർഷം എന്താ കുറച്ച് വിളവ് കുറവുണ്ട്. അപ്പോൾ എനിക്ക് ഈ വർഷം കുറച്ച് നോട്ടം കുറവായതുകൊണ്ടായിരിക്കാം, ഞാൻ തിരക്ക് കാരണം ഇതിന് പരിചരണം കുറച്ച് കുറവായിരുന്നു. അപ്പോൾ സുഹൃത്തുക്കളെ, ഇത്തരം സാഹചര്യങ്ങളൊക്കെ ഉപയോഗപ്പെടുത്തുക, പരമാവധി ഉപയോഗപ്പെടുത്തുക. ഇത് വളരെ നല്ലൊരു കാര്യമാണ്. നമുക്ക് തന്നെ ഇങ്ങനെ പറിക്കാം. നമ്മൾ സ്വയം ഇത്തരം കാര്യങ്ങളൊക്കെ നമുക്ക് സ്വയം പര്യാപ്തമാകാം. ഇതൊന്നും കുരുമുളക് നമുക്ക് പുറത്തു പോയി വാങ്ങേണ്ട ആവശ്യമില്ല. അപ്പോൾ ഇതാണ് ഈ വീഡിയോയിലൂടെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത്. ഓക്കെ, വീഡിയോ ഇഷ്ടപ്പെട്ടല്ലേ ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ബൈ.